രഘു, എന്താണ് നർത്തകയുടെ കാര്യം? അവൾ അടുത്ത മുറിയിലുണ്ട്. വിളിക്കേ. 1000 രൂപ വേണമെന്ന് പറയുന്നടാ. അത്രേ ഉള്ളൂ. കൊടുത്തിട്ട് അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്. അത്രയും രൂപ കൊടുത്തിട്ട് വേണോടാ? വേണം. കമോൺ, സെൻഡ് ഫാസ്റ്റ്. മോനെ, നീ ഞങ്ങളെ ടച്ച് പോയല്ലോടാ. ഞങ്ങൾക്ക് ഇനി ആരുണ്ട് മോനെ? തല തെറിച്ചവളെ, നീ ഒരുത്തിയാണ് എന്റെ മോനെ കൊല്ലുന്നത്. ചിലടി പടകെടുത്തവിടെ ചത്തുമൊങ്ങി കിടക്കുന്നുണ്ട്. നിന്റെ തല തെറിച്ചു പോകത്തേ. ഒന്ന് മാർക്കി. സാറൊന്ന് വന്നേ. മുന്നിയുടെ ജഡം തിരിച്ചറിഞ്ഞോ? പെറ്റതല്ല തിരിച്ചറിയായിരിക്കൂ. ചീഞ്ഞ കഴിഞ്ഞ ശവം വലിച്ചു കെട്ടാൻ ഞങ്ങൾ കുറെ പാടുപെട്ടതാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജഡം ഇവിടെ കൊണ്ട് നടക്കാവല്ലോ. എന്തിനാ? അവിടെ വേണം വെട്ടിമൂടരുതോ? ഏയ്, അവൻ ഞങ്ങളുടെ യൂണിയന്റെ മെമ്പറാണ്. അവനെ ഞങ്ങൾ വേണ്ട രീതിയിൽ അടക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ചന്ദ്ര, ഒന്നിങ്ങി വന്നേ. ലക്ഷ്മി അമ്മേ, ഒന്ന് സമാധാനമായിട്ടിരിക്കെ. അടുത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കണ്ടേ? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഒന്നും അറിയണ്ട. മാലേ, അമ്മേനെ അകത്തോട്ട് പോ. കൊണ്ടുപോക്കോ. മുന്നി നമ്മളിലൊരുവനായിരുന്നു. അവന്റെ ശരീരം മാന്യമായ രീതിയിൽ നമ്മൾ സംസ്കരിക്കണ്ടേ? അത് വേണ്ടതാ. എങ്കിലൊരു പൊതുപിരിവെടുത്ത് അത് ഭംഗിയായിട്ട് നടത്തണം. യഥാശക്തി മഹാബലം. കയ്യിലുള്ളവർ ഉടനെ തരിക, ഇല്ലാത്തവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരിക. നീ പോകരുത്. എന്നെ തൊട്ട് പോകരുത്. വിടല്ലേ, വിടാനാണ് പറഞ്ഞത്. നിന്നെ ഞാൻ വിടില്ല. എനിക്കിനി ജീവിക്കണ്ട. വിടോ. നീ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം? എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഗർഭിണിയാണ്. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം. വേണ്ട. നോക്ക്, മുന്നേ കൊന്നത് ഞാനല്ല. അവൻ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഇന്നെനിക്ക് ദുഃഖമുണ്ട്. എല്ലാം പോയി. ഇനി ഞാൻ മാത്രം എന്തിനു ജീവിക്കണം? നീ മരിച്ചുകൂടാ. നിന്റെ അഭിമാനത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്താം. ഈ രഹസ്യം നീയും ഞാനുമല്ലാതെ വേറൊരാളറിയില്ല. വരൂ, ഞാനാണ് വിളിക്കുന്നത്. വരൂ.
മുതലാളിയെ നമസ്കരിക്കും. വേണമെന്നില്ല, നീ പോയിക്കോളൂ. എന്റെ മോൻ ചത്തിട്ട് 3 മാസമായില്ല. അതിനു മുമ്പ് ആ മൂദേവി അവനെ കെട്ടിയല്ലോടി. അവൾ അനുഭവിക്കൂടെ. അമ്മ എന്തിനാ ഇനി അവരെ പ്രാകുന്നത്? അവർക്ക് ആയുസ് മുഴുവൻ ഒറ്റയ്ക്ക് കഴിയാൻ ഒക്കുവോ? എന്നാലും എന്റെ മോന്റെ പുറകെ നടന്നവള് അവനെ കൊല്ലിച്ചവനെ തന്നെ അവള് കെട്ടിയല്ലോടി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എല്ലാം നമ്മുടെ വിധിയാ. ഇന്ന് അമ്പലത്തിൽ വെച്ച് നീ മുതലാളിയുടെ കാലിൽ തൊട്ട് തൊഴാൻ ശരിയായില്ല. ഞാൻ എന്റെ അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചല്ലോ. നിന്റെ അച്ഛനേക്കാൾ ഇന്ന് നീ താല്പര്യം കാണിക്കേണ്ട മുതലാളിയോടാ. അതെന്തിനാ? അദ്ദേഹം നിന്റെ പേരിൽ ഒരു വീട് എഴുതുന്നു. കല്യാണത്തിലുള്ള സർവ്വ ചെലവുകൾ അദ്ദേഹം വഹിച്ചു. വേറെ വല്ലവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്തിനാ ഇതൊക്കെ ചെയ്തത്? നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നീ ഇന്ന കാലത്ത് എങ്ങനെ പെരുമാറിയത്? അദ്ദേഹം സന്ധ്യ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ദുർമുഖമൊന്നും കാണിച്ചേക്കരുത്. എന്തിനാ വരുന്നത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? വാസു, മുതലാളി വന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയിരിക്കുന്നു? ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടങ്ങേടൊന്നും കാണിക്കില്ല. അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. പൊട്ടിപ്പൻ. ആ, എല്ലാം ശരിയായിക്കോളും. എന്താ ഇത്ര വലിയ ആലോചന? വാസു വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് എനിക്ക് വേണ്ടിയാ. ഇതാ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഞാൻ അത്ര കാര്യമൊന്നല്ല. എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രാധേ, എന്താ എന്താ എന്ത് പറ്റി? നീ എന്തിനാ നിലവിളിച്ചത്? ഞാൻ എന്തോർത്ത് പേടിച്ചതാ. എന്തിനാ അവിഹിതമൊക്കെ ഓർക്കുന്നത്? ഇനി സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വാസു, ഞാൻ ഇറങ്ങട്ടെ. ഇനി സൗകര്യം പോലെ വരാം. ശരി മരൻ. നേരെ ഒത്തിരിയായി. നീ പോയി കിടന്നുറങ്ങ. എന്തൊക്കെയാണ് അമ്മേ വിശേഷങ്ങൾ? അമ്മ കരയാതെ. മുന്നിയെ 3-6 ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരു പരിപാടി ഒപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണനെ ഇനി ആരും ഓർക്കാനാ? ഓർക്കും, കാലാകാലം ഓർക്കും. എങ്ങനെ? മൂന്നാർ ടൗണിന്റെ പേര് മുന്നിനഗരമാക്കാൻ ഞങ്ങളൊരു സമരം ആരംഭിക്കാൻ പോവുകയാണ്. ആ സമരത്തിന്റെ പിരിവിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണന്റെ ശവം അടക്കാനെന്നും പറഞ്ഞ് നിങ്ങളൊരു പിരിവ് നടത്തിയില്ലേ? ആ പണം എന്ത് ചെയ്തു? അത് സംഭാവന തന്നവർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു. ശവശരീരം അവിടെ തന്നെ വെട്ടിമുടണമെന്നായിരുന്നു പൊതുജനാഭിപ്രായം. തന്റെ ഒരു പൊതുജനാഭിപ്രായം. പിരിവിനാണെന്നും പറഞ്ഞ് മേലാൽ ഇവിടെ കയറി വന്നാ ഞാൻ ചൂലെടുക്കും. എന്ത് ചെയ്യാം? ആത്മാർത്ഥതയുള്ളവന് അവസാനം ചൂലാണ് മിച്ചം.